നമസ്കാരം. കേരള തീരക്കടലിൽ വീണ്ടും കപ്പൽ അപകടം. ഇത്തവണ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചാണ് അപകടമുണ്ടായത്. ശക്തികുളങ്ങര തീരത്തു നിന്ന് ഏകദേശം 21 നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിലാണ് സംഭവം. വൈകുന്നേരത്തുള്ള വല വലിക്കുന്നതിനിടയിൽ ബോട്ടിൻ്റെ പിൻഭാഗത്താണ് കപ്പലിടിച്ചത്. ശക്തികുളങ്ങര സ്വദേശിയായ നിമ്മിയുടെ ഉടമസ്ഥയിലുള്ള നിൻസ എന്ന ഇരുമ്പ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 65-70 അടി നീളമുള്ള ഈ ഇരുമ്പ് ബോട്ട് കപ്പലിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ ഏതാണ്ട് പൂർണ്ണമായും ഉപയോഗശൂന്യമായി. കപ്പലിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളും ബോട്ടിൻ്റെ പിൻഭാഗത്തുള്ള മാസ്റ്ററും ഗാലോസും ബോർഡും വീഞ്ചും ഉൾപ്പെടെ ഉപകരണങ്ങളെല്ലാം നാശമായി. അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് വന്ന് ബോട്ടിൻ്റെ അമരത്ത് ഇടിക്കുകയായിരുന്നു കപ്പൽ. ഇടിയുടെ ആഘാതത്തിൽ ബോട്ടിലുണ്ടായിരുന്ന 6 തൊഴിലാളികൾ കടലിലേക്ക് തെറിച്ചു വീണു. അപകടത്തിൽപ്പെട്ട യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടിൽ 12 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേർ തമിഴ്നാട് കുളച്ചൽ സ്വദേശികളും മറ്റുള്ളവർ ബംഗാൾ സ്വദേശികളുമായിരുന്നു. എന്നാൽ കപ്പൽ നിർത്തുകയോ ജീവൻ രക്ഷിക്കാനായി യാചിക്കുന്ന ഈ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെ കപ്പൽ സ്ലോ ചെയ്തതിന് ശേഷം പതുക്കെ അതിൻ്റെ യാത്ര മുന്നോട്ട് തുടരുകയായിരുന്നു. ഉൾക്കടലിൽ ഒറ്റപ്പെട്ടുപോയ മത്സ്യത്തൊഴിലാളികൾ നിലവിളിക്കുകയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കരയുകയും ചെയ്തപ്പോൾ തൊട്ടടുത്ത് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ബോട്ടുകൾ അടുപ്പിച്ച് ഇവരുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു. അപകട സമയത്ത് കപ്പലും ബോട്ടും ഒരേ ദിശയിലായിരുന്നു. കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്ന കപ്പൽ ബോട്ടിൻ്റെ ദിശയിൽ നിന്നും ഏകദേശം കുറച്ച് പടിഞ്ഞാറ് മാറിയായിരുന്നു എന്ന് രക്ഷപ്പെട്ടെത്തിയ മത്സ്യത്തൊഴിലാളികൾ നോട്ടിക്കൽ ടൈംസിനോട് പറഞ്ഞു. അപകട സമയത്ത് കപ്പലും ബോട്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു. കപ്പൽ കന്യാകുമാരി ഭാഗത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബോട്ട് തെക്കോട്ട് വലയിട്ട് അവർ ഫിഷിങ്, അതായത് വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒച്ചിഴയുന്ന വേഗതയിലാണ് ബോട്ടുകൾ വല വലിക്കുമ്പോൾ നീങ്ങുന്നത്. വളരെ സാവധാനം നീങ്ങുന്ന ട്രോളിംഗ് ബോട്ടിലേക്കാണ് അപ്രതീക്ഷിതമായി പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന കപ്പൽ കിഴക്ക് ഭാഗത്തേക്ക് വരികയും ബോട്ടിൻ്റെ പിൻഭാഗത്ത് ഇടിക്കുകയും ചെയ്തു. ഇടിച്ച സമയത്ത് കപ്പൽ സ്ലോ ചെയ്യുകയും ബോട്ടിൻ്റെ അപകടം എന്താണെന്ന് ശ്രദ്ധിച്ച് ബോട്ട് മുങ്ങുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ കപ്പൽ വീണ്ടും അവരുടെ യാത്ര തുടരുകയുമായിരുന്നു. എന്നാൽ ജീവന് വേണ്ടി നിലവിളിച്ച മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനോ ബോട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാനോ കപ്പൽ നിർത്തുകയോ മറ്റു സഹായം നൽകുവാനോ ഒന്നും ഈ കപ്പൽ അധികൃതർ തയ്യാറായില്ല. തീരക്കടലിലും ഉൾക്കടലിലും കപ്പൽ അപകടങ്ങൾ നിരവധിയാണ്. ഈ കപ്പൽ അപകടങ്ങൾ നേരിടുന്ന മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന യാതനകൾ അനവധിയാണ്. അപ്പോൾ ഇത്തരമൊരു അപകടമുണ്ടായപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാനോ അവരുടെ ബോട്ടിൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കുവാനോ അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു സഹായം നൽകുവാനോ ഈ കപ്പൽ നിർത്തിയില്ല എന്ന് മാത്രമല്ല, അത് ഓടിച്ചു പോവുകയും ചെയ്തു. ഈ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന അവഗണനയുടെ, കടലിലും കരയിലും നേരിടുന്ന അവഗണനയുടെ ഒരു ഭാഗം മാത്രമാണ്. 6 പേർ ജീവന് വേണ്ടി പുഴുക്കളെ പോലെ ഉൾക്കടലിൽ ഇങ്ങനെ നീന്തി തുടിക്കുമ്പോൾ ഈ കപ്പൽ നിർത്താതെ പോയി. ആ ബോട്ടിലുണ്ടായിരുന്നവർ പ്രാണരക്ഷാർത്ഥം അവർ നിലവിളിക്കുകയാണ്. ആരും രക്ഷിക്കാനില്ല. തൊട്ടടുത്ത് ബോട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഈ 6 തൊഴിലാളികളെയും എടുത്തു. അതിനുശേഷം അവർ മൊബൈൽ ക്യാമറ വെച്ച് ഈ കപ്പലിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും അതിൻ്റെ ലഭിക്കാവുന്ന ചില നമ്പറുകൾ കുറിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അതാണ് അവരുടെ ആകെയുള്ള തെളിവ്. കപ്പൽ നിർബാധം അതിൻ്റെ യാത്ര തുടരുകയും ചെയ്തു. മുൻകാലങ്ങളിൽ രാത്രിയൊക്കെ മത്സ്യബന്ധനം നടത്തുന്ന ഗിൽനെറ്റ് ബോട്ടുകൾ ഈ കപ്പൽ വരുമ്പോൾ തുണിയിൽ തീ കത്തിച്ച് കാണിച്ചും അല്ലാതെ വിളക്ക് തെളിച്ച് കാണിച്ചും ഒക്കെയുള്ള ഒരുപാട് സിഗ്നലുകൾ നൽകി കപ്പൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. അന്നൊക്കെ അപകടങ്ങളിൽ പെട്ടുപോയാൽ കപ്പൽ അപകടത്തിൽ പെട്ടുപോയാൽ തന്നെ ബോട്ട് പിളർന്ന് ആ കടലിൽ അഗാധമായ ഉൾക്കടലിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനത്തെ ദുരന്തങ്ങൾ അനുഭവിച്ച് വന്നാണ് പിൽക്കാലത്ത് ഇപ്പോൾ വലിയ ട്രോളിംഗ് ബോട്ടുകളും വലിയ സംവിധാനങ്ങളും എല്ലാം വെച്ച് പട്ടാപ്പകലാണ്. ഇത് സൂര്യൻ കത്തി നിൽക്കുന്ന, അതായത് സൂര്യൻ്റെ ആ ചെങ്കനൽ ചുവന്ന് കിടക്കുന്ന ആ കടലിലാണ് ഈ സംഭവം നടക്കുന്നത്.
ഇത് സൂര്യൻ്റെ ആ വൈകുന്നേരത്തെ ആ പ്രഭയിലാണ്, ആ കത്തിക്കിടക്കുന്ന ആ പ്രകാശത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് പോലും ഈ കപ്പൽ നിർത്താതെ പോയി. ഒരു കാട്ടുനീതി പോലും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. ലോകത്ത് എവിടെയായാലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ല. അപ്പോൾ നമ്മളുടെ കടലിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന അവഗണന, നമ്മളോടുള്ള അവഗണന, ഇതിനൊരു ഒരു ഒരു മാറ്റമുണ്ടാകണം. ഇത്തരം ഒരു പ്രവണതകൾക്ക് ഒരു മാറ്റം ഇനി ഉണ്ടാകണം. അതായത് ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ വിദേശ കപ്പലുകളും അന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വലിയ കൂറ്റൻ കപ്പലുകളും കണ്ടെയ്നർ ഷിപ്പുകളും ഒക്കെ അവർക്കൊക്കെ ഒരു പൊതുബോധം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടെന്നും ഇവിടെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുകയും മത്സ്യബന്ധനം നടത്തുന്ന കടലാണ് എന്ന് ഉള്ള ഒരു പൊതുബോധം അവർക്കുണ്ടാകുകയും ആ സന്ദേശം അവർക്ക് നൽകുകയും വേണമെന്ന് ഈ കാര്യം ഒന്നുകൂടെ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഈ കപ്പൽ നിർത്താതെ ഓടിച്ചു പോകുമ്പോൾ ഇതിന് 2 മാസം മുൻപ് ഇവിടെ മുങ്ങിയ എൽസ 3 എന്ന കപ്പൽ വിതച്ച ആ കപ്പലിനുണ്ടായിരുന്ന കണ്ടെയ്നറുകളിലും തട്ടി ബോട്ടുകൾക്കും ബോട്ടിൻ്റെ വലകൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം തേടി അഡ്മിറാൽറ്റി കേസ് കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത് അതിനുവേണ്ടിയുള്ള ഉത്തരവ് വാങ്ങുന്ന അതേ സമയത്താണ് നമ്മുടെ തീരക്കടലിൽ മറ്റൊരു സംഭവം അരങ്ങേറും. ഈ ബോട്ടിനെ കപ്പലിടിക്കുന്ന ഇതേ സമയത്താണ് ഹൈക്കോടതിയിൽ നിന്നും ഈ ബോട്ടുടമകളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകൾ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വാങ്ങി വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ നിയമങ്ങളും സംഹിതകളും നിലനിൽക്കുന്ന രാജ്യത്താണ് കടലിൽ ഈ അവഗണന മത്സ്യത്തൊഴിലാളി അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇവരെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ കപ്പലിനെ എത്രയും പെട്ടെന്ന് പിടിക്കുകയും അതിനു വേണ്ടുന്ന നഷ്ടപരിഹാരം ആ ബോട്ടിനും ആ തൊഴിലാളികൾക്കും നൽകേണ്ടത് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. മറ്റൊന്ന്, ഇവരുടെ ജീവൻ നഷ്ടപ്പെടാതെ ഇവർ രക്ഷപ്പെട്ടത് അത്യന്തം ഭാഗ്യകരമായ ഒരു സംഗതിയാണ്. കാരണം ഇത് പകലായതുകൊണ്ടും തൊട്ടടുത്ത് ബോട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ടും ഈ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അതല്ലായിരുന്നുവെങ്കിൽ ഇവരുടെ ജീവൻ അപകടത്തിലായിപ്പോയത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ഏതാണ്ട് 10 ലക്ഷം രൂപയിലധികം ചിലവിട്ടാണ് ഈ മെയിൻ്റനൻസ് ഒക്കെ നടത്തി ഈ ബോട്ടുകളെല്ലാം കടലിലേക്ക് പോയത്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന 2 മാസമാണ് ശരിക്കും ഈ ട്രോളിംഗ് ബോട്ടുകൾക്ക് അവരുടെ ഒരു വർഷത്തേക്കുള്ള വരുമാനവും ചെലവും ഒക്കെ നടക്കാനുള്ള വരുമാനവും എല്ലാം ലഭിക്കുന്ന ഒരു സീസൺ കാലം. ഈ സീസൺ കാലത്ത് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ മത്സ്യബന്ധനത്തിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സീസൺ സമയത്താണ് ഈ ബോട്ടിന് ഈ അപകടം പിണഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സീസൺ പൂർണ്ണമായും നഷ്ടപ്പെടും. അതിനോടൊപ്പം തന്നെ ഈ ബോട്ട് അതിൻ്റെ കൂട്ടുബോട്ടുകളുടെ സഹായത്തോടു കൂടി ഇന്നലെ രാത്രി ശക്തികുളങ്ങര തീരത്ത് അടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ എൻജിൻ്റെ പല ഭാഗങ്ങളും പ്രൊപ്പല്ലർ തുടങ്ങി ഈ ബോട്ട് കട്ടിയേറിയ ഇരുമ്പിൽ നിർമ്മിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് പൊളിയുകയും മുങ്ങിത്താഴാതെയും ഇരുന്നത്. കപ്പലൊന്ന് സ്ലോ ചെയ്ത് പതുക്കെ വന്ന് ഇടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കപ്പൽ മുങ്ങാതെ രക്ഷപ്പെട്ടതെന്നാണ് ആ ബോട്ടിൽ പോയവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബോട്ടിന് പൂർണ്ണമായും ഉപയോഗശൂന്യമായി കഴിഞ്ഞു. അത് ടോട്ടൽ ആയിട്ടുള്ള പൂർണ്ണമായൊരു നഷ്ടമാണ്. അപ്പോൾ ആ നഷ്ടപരിഹാരം കൊടുക്കുകയും ആ മത്സ്യത്തൊഴിലാളിയും ആ സംരംഭകനെയും വീണ്ടെടുക്കണം. നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാമീപ്യവും കൊച്ചി തുറമുഖത്തിൻ്റെ സാമീപ്യവും അതുപോലെ തന്നെ കേരള തീരക്കടലിലെ മത്സ്യബന്ധന യാനങ്ങളുടെ തള്ളിക്കയറ്റവും ഉള്ള സ്ഥിതിക്ക് ഈ കപ്പലപകടങ്ങളും ഇതുപോലെയുള്ള ദുരന്തങ്ങളും സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഏറ്റവും മിനിമമായി വേണ്ടത് ഈ കപ്പലിനും അതിലെ ക്രൂ അവർക്ക് ഒരു പൊതുബോധം, നമ്മുടെ ഇത്രയേറെ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുകയും മത്സ്യബന്ധനം നടത്തുകയും ഉപജീവനം നടത്തുകയും ചെയ്യുന്ന തീരക്കടലാണ് എന്ന ബോധം അവരിൽ ഉണ്ടാക്കുകയും പിന്നെ അതുപോലെ തന്നെ ഈ മത്സ്യബന്ധന മേഖലയിലും ഇവരുടെ ഫിഷിംഗ് ഗ്രൗണ്ടുകളും വിട്ട് കപ്പൽപാത കുറച്ചുകൂടെ അകലേക്ക് മാറിയാൽ അത്രയും നല്ലത് എന്ന മത്സ്യത്തൊഴിലാളി സംഘടനകളും മത്സ്യത്തൊഴിലാളികളും നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണ്. അതും സാധിച്ചെടുത്താൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുകയും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാനാവും എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.